Today my main important agenda is to demonstrate alter table. Alter, it belongs to which category? Data definition language. It's one of the most powerful command because it affects structural part of the table. Information ആണോ സ്ട്രക്ചർ ആണോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. സോ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കമാൻഡ്സ് ആണ് ഏറ്റവും കുഴപ്പം പിടിച്ച കമാൻഡ്സ്. അപ്പോൾ ആൾട്ടർ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ടേബിൾ തൊട്ട് മുൻപിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ടേബിളിൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റോസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്താലും പിന്നീട് ആ സ്ട്രക്ചറിനെ നമുക്ക് എപ്പോഴെങ്കിലും മോഡിഫൈ ചെയ്യാൻ തോന്നുമ്പോൾ നമുക്ക് ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ കമാൻഡ് നോക്ക്, ആൾട്ടർ ടേബിൾ എംപ്ലോയി ആഡ് ഫോൺ varchar of 20 എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് ടേബിളായ എംപ്ലോയിയിലേക്ക് പുതിയൊരു കോളം എനിക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. കണ്ടോടാ, നിലവിൽ ആ എംപ്ലോയി ടേബിളിൽ എത്ര കോളംസ് ഉണ്ട്? 6 കോളംസും 100 റോസ് അടക്കം ഇൻഫർമേഷനുള്ള ടേബിളിലേക്ക് ഈ നിമിഷം നമുക്ക് പുതിയൊരു കോളം കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. പുതിയ കോളം കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഇൻഫർമേഷനെ ബാധിക്കുന്ന കമാൻഡ് അല്ല, അത് സ്ട്രക്ചറിനെ ബാധിക്കുന്ന കമാൻഡ് ആയതുകൊണ്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് പുതിയൊരു എംപ്റ്റി കോളം കൂട്ടിച്ചേർക്കുകയാണ്. ആ എംപ്റ്റി കോളമിൻ്റെ 100 സെൽ വാല്യൂസ് എംപ്റ്റി ആയിരിക്കും, നല്ലായിരിക്കും. ഈ നൽ വാല്യൂസ് ഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡ് ഏതാണ്? അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിച്ചാണ് ഈ പുതിയ കോളത്തിൻ്റെ ആ 100 റോസിൻ്റെ ഓരോ സെൽ വാല്യൂ ഫില്ലപ്പ് ചെയ്യേണ്ടത്. സോ പുതിയ കോളം ആഡ് ചെയ്യാൻ വേണ്ടി ആൾട്ടർ ടേബിളിൻ്റെ യൂസേജ് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും? ആഡ് പ്രൈമറി കീ ഇൻ parenthesis empid എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ നമ്മൾ ഈ empid കോളത്തിൻ്റെ മുകളിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് empid കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ പാടില്ലല്ലോ. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ വെച്ചോ, മറന്നു പോയിട്ടുണ്ടാവാം, പേടിക്കേണ്ട. പിന്നീടാണെങ്കിൽ നമുക്കൊരു കൺസ്ട്രെയിൻറ്റ് ഒരു എക്സിസ്റ്റിംഗ് കോളത്തിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. സോ എക്സിസ്റ്റിംഗ് ടേബിളായ എംപ്ലോയിയുടെ ഉള്ളിലുള്ള empid കോളത്തിൻ്റെ മുകളിൽ പിന്നീടൊരു ദിവസം നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കോളമാണല്ലോ, ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ പാടില്ലല്ലോ, ഇതെന്താ ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കൺസ്ട്രെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ മറന്നുപോയല്ലോ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നീ സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യണ്ടേ? അതിനെ ഉപയോഗിക്കേണ്ട കമാൻഡാണ് ഓൾട്ടർ കമാൻഡ്. ഹൗ ടു ആഡ് എ primary key constraint to the existing table. How to drop an existing constraint. Drop primary key. ഇത്രേ ഉള്ളൂ. കോളത്തിൻ്റെ പേരൊന്ന് റിഫർ ചെയ്യണ്ട. This is alter table command to drop an existing primary key upon a particular column. മാത്രമല്ല അതർ യൂസേജ് ഓഫ് ഓർഡർ എന്ന് ചോദിച്ചാൽ എക്സിസ്റ്റിംഗ് കോളം ഡ്രോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൾട്ടർ ടേബിൾ എംപ്ലോയി ഡ്രോപ്പ് കോളം എംപ് നെയിം. എന്ത് ചെയ്യുന്നത്? ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് കോളം എംപ്ലോയി നെയിം എന്ന് പറയുന്ന കോളമിനെ നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് കളയാം, സ്ട്രക്ചറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ വിട്ട് മോഡിഫൈ ചെയ്യാനും ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. മോഡിഫൈ എംപ് നെയിം ടു varchar of 200 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ എംപ്ലോയി ടേബിളിൻ്റെ ഉള്ളിലുള്ള എംപ് നെയിം കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് varchar തന്നെയാണല്ലോ. ആ സമയത്ത് 100 ക്യാരക്ടർ വിട്ടാണ് ഓരോ പേർക്ക് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 100ൽ നിന്നത് 200ലേക്ക് എൻലാർജ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് ടേബിളിൻ്റെ സ്ട്രക്ചർ എത്ര വട്ടം വേണമെങ്കിൽ അത്ര വട്ടം നമുക്ക് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. എക്സിസ്റ്റിംഗ് കോളമായ എംപ് നെയിമിനെ നമുക്ക് varchar 200ലേക്ക് ചേഞ്ച് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ സാധിച്ചു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇറ്റ്സ് ഓക്കെ. സോ ആൾട്ടർ ടേബിൾ കമാൻഡ് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇത് വളരെ ചെറിയൊരു ക്ലാസ്സാണ്. ഇനി ഇതോടുകൂടി ഞാൻ വീഡിയോസ് നിർത്തുന്നു. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കവർ ചെയ്തോളൂ. ഇനി ചെറിയൊരു കോൺസെപ്റ്റ് ബാക്കിയുണ്ട്, ജോയിനിങ് ടേബിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതെപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഫൈൻ, താങ്ക് യു.